ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വർഷം മധ്യത്തിലാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. ബ്രസീൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി നോക്കുന്ന ഒരു വേൾഡ് കപ്പാണ് ഇത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ 2002 ബ്രസീൽ ഒരു വേൾഡ് കപ്പ് കിരീടം നേടിയത്. ഇത്തവണ ആഞ്ചലോട്ടിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആവാൻ ഇത്തവണത്തെ വേൾഡ് കപ്പ് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും, അഥവാ ശ്രദ്ധാലുവായിരിക്കും എന്നാണ് പ്രശസ്ത പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ നെയ്മർ ബ്രസീലിലേക്ക് മടങ്ങിയെത്തി, അദ്ദേഹത്തിന്റെ പാഷനിലേക്ക് മടങ്ങിയെത്തി. ഈ സീസണിന്റെ അവസാനമാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മർ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. ബ്രസീലിയൻസിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും. ഇതാണ് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി ഒരു മികച്ച ടീമിനെ തന്നെ പടുത്തുയർത്തും എന്നാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ജൂനിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ടീമിനെ തന്നെയായിരിക്കും കാർലോ ആഞ്ചലോട്ടി പടുത്തുയർത്തുക. പരിക്കുകൾ ഒന്നും പറ്റാതെ പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് പൂർണ്ണ മികവോടുകൂടി നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.